പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രേക്ഷകരെ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുടുംബത്തിനു വേണ്ടി ഏറെ കഷ്ടപ്പെടുന്ന നന്മയുള്ള നക്ഷത്രജാതകരെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് പങ്കുവെക്കാം. കുടുംബത്തിനു വേണ്ടി ഏറെ കഷ്ടപ്പെടുന്ന ഇവർക്ക് ദൈവത്തിൻ്റെ കൃപാകടാക്ഷം കൊണ്ട് ഒരുപാട് നന്മകൾ സംഭവിക്കുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത്. ഇവർ പ്രതീക്ഷിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് ജീവിതത്തിൽ സാധിച്ചു കിട്ടും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. വീഡിയോയോടൊപ്പം ഇവർ ചെയ്യേണ്ട ദോഷപരിഹാര ക്രിയകളും ഒന്ന് പറയുന്നുണ്ട്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനിയുള്ള എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ പറയേണ്ടത് അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ചാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് വരും ദിവസങ്ങളിൽ ലഗ്നത്തിൽ വ്യാഴം, രാഹു, 4-ൽ ശുക്രൻ, 5-ൽ ബുധൻ, 6-ൽ ആദിത്യൻ, കുജൻ, 7-ൽ കേതു, 11-ൽ ശനി ഈ ഗ്രഹനില ഏറെ അനുഗ്രഹം നൽകുന്നുണ്ട്. മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്ന ദിവസങ്ങളാണ്. പലവിധ സന്തോഷ അനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതോടൊപ്പം ധനാഗമങ്ങൾ വർദ്ധിക്കും. ആഗ്രഹിക്കുന്ന അന്നപാന സാധനങ്ങൾ കഴിക്കാൻ അവസരങ്ങൾ ലഭിക്കും. അലങ്കാര വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും. കാര്യതടസ്സങ്ങൾ കുറേയൊക്കെ മാറിത്തുടങ്ങും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധിയും ലഭിക്കും. സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് ഒരുപാട് നന്മകൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനും സാധിക്കും. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും. തൊഴിൽ രംഗം മെച്ചപ്പെടും. തൊഴിൽ രംഗത്ത് നിന്നുള്ള വരുമാനം വർദ്ധിക്കും. വിവാഹ ആലോചനകൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. കഴുത്തിന് മുകളിലേക്കുള്ള ശരീരഭാഗങ്ങളിൽ രോഗപീഠ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കാം. ത്വക്കുരോഗം, വായുകോപം ഇവ മാറിത്തുടങ്ങും. സുഹൃത്തുക്കളുമായിട്ടുള്ള സൗഹൃദം മെച്ചപ്പെടും. മക്കളെ കൊണ്ട് സന്തോഷം ലഭിക്കുന്ന ദിവസങ്ങളാണ് ഇവർക്ക് വരുന്നത്. ഉദ്യോഗാർത്ഥികൾക്കും പ്രതീക്ഷയ്ക്ക് വകയുള്ള കുറച്ച് ദിവസങ്ങളാണ്. ഈ നക്ഷത്ര ജാതകർ ഭഗവതിക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കാർത്തിക നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. 3-ൽ ശുക്രൻ, 4-ൽ ബുധൻ, 5-ൽ ആദിത്യൻ, കുജൻ, 6-ൽ കേതു, 10-ൽ ശനി, 12-ൽ വ്യാഴം, രാഹു ഇതാണ് ഗ്രഹസ്ഥിതി. കർമ്മരംഗം മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ധനാഗമങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങളും ക്ലേശങ്ങളും നീങ്ങിത്തുടങ്ങും. അലച്ചിലും ബുദ്ധിമുട്ടുകളും കുറഞ്ഞു തുടങ്ങും. മക്കളെ കൊണ്ട് സമാധാനം ലഭിക്കും. മനസ്വസ്ഥത ഉണ്ടാകും. പല വിധത്തിലുള്ള ധനാഗമങ്ങൾ ഉണ്ടാകാനും സാധ്യതകൾ കൂടുതലാണ്. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം പ്രതീക്ഷിക്കാം. കഠിനമായ ദുഃഖ അനുഭവങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകും. സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും. വീട്ടിൽ നിറഞ്ഞു നിന്ന കലഹ അന്തരീക്ഷം മാറിത്തുടങ്ങുന്ന സമയമാണ്. നെഞ്ചിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾ, വാദബന്ധിയായ വേദനകൾ ഇവ മാറിത്തുടങ്ങും. ശത്രുക്കളുടെ ശക്തി കുറഞ്ഞു തുടങ്ങും. പുതിയ ഗൃഹനിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ പറ്റിയ ദിവസങ്ങളാണ്. ഭാഗ്യ അനുഭവങ്ങൾക്കിനി വരും ദിവസങ്ങളിൽ ഒരു തടസ്സവും ഉണ്ടാകില്ല. വഴിയാത്രയ്ക്കിടയിലെ പ്രശ്നങ്ങൾ മാറിത്തുടങ്ങും. ജന്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് ഇവർ രക്ഷപ്പെടുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരാർത്ഥം ശിവന് നിവേദ്യ സഹിതം ധാര കഴിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മകയിരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. 2-ൽ ശുക്രൻ, 3-ൽ ബുധൻ, 4-ൽ ആദിത്യൻ, കുജൻ, 5-ൽ കേതു, 9-ൽ ശനി, 11-ൽ വ്യാഴം, രാഹു ഇതാണ് ഗ്രഹനില. അതുകൊണ്ട് തന്നെ ഒരു തടസ്സങ്ങളും ഇല്ലാതെ മകയിരം നക്ഷത്രക്കാർക്ക് സുഖ അനുഭവങ്ങൾ ഇരട്ടിയായിട്ട് ലഭിച്ചു തുടങ്ങും. ശരീരക്ലേശങ്ങൾ മാറിത്തുടങ്ങും. സഹോദരങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും കുടുംബജനങ്ങൾക്കും അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. പുതിയ വീട് പണി തുടങ്ങുന്നതിന് സമയം അനുകൂലമാണ്.
അഭീഷ്ടസിദ്ധി ഉണ്ടാകും. സ്ഥാനക്കയറ്റങ്ങൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അധികാരസ്ഥാനത്തുള്ളവർക്ക് ആജ്ഞാശക്തി പ്രയോഗിക്കേണ്ടതായിട്ട് വരും. ധനലാഭങ്ങൾ ഇരട്ടിയായിട്ട് ലഭിച്ചു തുടങ്ങും. സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ആദരവുകളും ലഭിക്കും. ബന്ധുജനങ്ങളുമായിട്ട് ഒരുമിച്ച് സന്തോഷം പങ്കിടാൻ അവസരങ്ങൾ കാണുന്നുണ്ട്. പുതിയ വസ്ത്രങ്ങൾ സമ്മാനമായിട്ട് ലഭിക്കാനും ചില ബന്ധുക്കളുമായിട്ട് സഞ്ചാരത്തിനും അവസരങ്ങൾ ലഭിക്കും. ധനകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. പിതാവിനോ പിതൃതുല്യവർ ആയവർക്കോ രോഗാരിഷ്ടതകൾക്ക് സാധ്യതകൾ കാണുന്നു. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് നിന്ന് നല്ല വരുമാനം പ്രതീക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്കും നല്ല അവസരങ്ങൾ ഉണ്ടാകും. മനസ്സ് സംഘർഷഭരിതം ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ദുർഗാസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പുണർദം നക്ഷത്രക്കാരെക്കുറിച്ച് ഒന്ന് നോക്കാം. ഇഷ്ടബന്ധുജനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ സന്തോഷം ഉണ്ടാകും. പ്രാർത്ഥനകൾക്ക് ഫലം വർദ്ധിക്കും. ശത്രുക്കൾ കുറയാൻ സാധ്യതയുണ്ട്. സ്ഥാനഭ്രംശം മാറിക്കിട്ടും. തൊഴിൽ രംഗത്ത് വിജയം പ്രതീക്ഷിക്കാം. അധികാര സ്ഥാനങ്ങളിൽ ഉപദ്രവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കേസുകാര്യങ്ങൾ പരാജയത്തിലേക്ക് എത്താതെയും ശ്രദ്ധിക്കണം. വീട്ടിൽ അസ്വസ്ഥതകൾ കുറഞ്ഞു തുടങ്ങും. വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടുള്ള അവസ്ഥകൾ മാറിത്തുടങ്ങും. ദുർജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ഒഴിവാക്കണം. പൊതുവെ ആരോഗ്യം നന്നായിരിക്കും. പനി, ചുമ, ഉദരരോഗം എന്നിവയ്ക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. കരാർ അടിസ്ഥാനത്തിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള ദിവസങ്ങളാണ് ഇനി വരുന്നത്. ഇവർ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ എടുത്ത് ചെയ്യാൻ അവസരങ്ങളും ലഭിക്കും. ഭാര്യാഭർത്തൃ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. വിവാഹമോചന കേസുകളിൽ വിജയം ഉണ്ടാകാൻ ഇടയുണ്ട്. സുഹൃത്ത് ബന്ധങ്ങൾക്ക് ഉലച്ചിലുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. തർക്കവിഷയങ്ങളിൽ ഏർപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരാർത്ഥം ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രമിക്കുക. ഇനി പറയേണ്ടത് പൂരം നക്ഷത്ര ജാതകരെ കുറിച്ചാണ്. ലഗ്നത്തിൽ ബുധൻ, 2-ൽ ആദിത്യൻ കുജൻ, 3-ൽ കേതു, 7-ൽ ശനി, 9-ൽ രാഹു, വ്യാഴം, 12-ൽ ശുക്രൻ. ഇതാണ് ഗ്രഹസ്ഥിതി. അന്യരുടെ ചതിയിലും വഞ്ചനയിലും പെടാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. നേത്രരോഗം, ഉദരരോഗം, വാദബന്ധിയായ വേദനകൾ ഇവ മാറിത്തുടങ്ങും. തർക്കവിഷയങ്ങളിൽ വിജയം വരിക്കും. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറിത്തുടങ്ങും. ധനസമൃദ്ധി പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ്. നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കാൻ അവസരങ്ങൾ ലഭിക്കും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. ശയനസുഖം ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. പുതിയ ശയന ഉപകരണങ്ങൾ, വിശേഷ വസ്ത്ര അലങ്കാര സാധനങ്ങൾ, സൗരഭ്യ വസ്തുക്കൾ ഇവ ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ സ്ത്രീ പുരുഷ അപവാദങ്ങളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദൂരദേശ യാത്രകൾ ഒരുപാട് വേണ്ടിവരും. അലച്ചിലും കാര്യതടസ്സങ്ങളും അതിജീവിക്കും. വിദ്യാഭ്യാസത്തിൽ ഉള്ള തടസ്സങ്ങൾ മാറിത്തുടങ്ങും. മനസ്സന്തോഷവും സമാധാനവും ഇടയ്ക്കിടെ കൂടിയും കുറഞ്ഞും ഇരിക്കാനും സാധ്യതകൾ കൂടുതലാണ്. ഇവർ ദോഷപരിഹാരാർത്ഥം ശാസ്താവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ചിത്തിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പഴകിയ രോഗങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങുന്ന ദിവസങ്ങളാണ്. കാര്യതടസ്സങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടും. സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ സാധിക്കും. ധനനേട്ടം ഒരുപാട് പ്രതീക്ഷിക്കാം. സന്താന സുഖവും ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. പല കാര്യങ്ങൾക്കും സമർത്ഥമായിട്ട് നേതൃത്വം നൽകാൻ സാധിക്കും. ഏറ്റെടുത്ത കാര്യങ്ങൾ വിജയത്തിലെത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ശത്രുപീഡകൾ കുറഞ്ഞു തുടങ്ങും. ത്രിദോഷങ്ങൾ കോപിച്ചുണ്ടാകുന്ന അസുഖങ്ങൾക്ക് യുക്തമായ ചികിത്സ ചെയ്യണം. അഗ്നിപീഡകളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. വഴിയാത്രകൾ ധാരാളം വേണ്ടിവരും. ഉപാസനകൾ ശരിയായോ എന്ന സംശയം ഉണ്ടാകും. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. സ്വയം തിരഞ്ഞെടുത്ത
വിവാഹങ്ങൾ ഭംഗിയായിട്ട് നടക്കാനും ഇവർക്ക് അവസരങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ ഭൂമി കൈമാറ്റങ്ങൾ നടക്കും. തൊഴിൽ രംഗം സമ്മിശ്ര ഫലമായിരിക്കും നൽകുക. ദോഷപരിഹാരാർത്ഥം വിദ്യാർത്ഥികൾ വിഷ്ണുവിന് ശ്രീ വിദ്യാരാജഗോപാല മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക.